ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഇത് മതത്തിന്റെ ഗ്രന്ഥമല്ല, ഇത് മനുഷ്യന് വേണ്ടി ദൈവം നൽകിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥമാണ് എന്നെയും രക്ഷിച്ചത്. ഞാൻ എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചു പോകട്ടെ. ഇന്നിവിടെ സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ ഉള്ളിലും ഒരു ആവേശം ഉണ്ടാവാനായിട്ട് ഇടയായിത്തീർന്നു. ഒന്ന് രണ്ട് വാക്കുകളിലും എൻ്റെ ജീവിതത്തെ കുറിച്ച്, ദൈവം ചെയ്ത കാര്യത്തെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കുമെന്ന് എനിക്കും ചിന്ത ഉണ്ടാവാനായിട്ട് ഇടയായിത്തീർന്നു. എന്തുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? ആരെങ്കിലും ഇന്ന് ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങളെ ഈ വാക്കുകളിലൂടെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്തിനാണ് ഇവരിങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നത്? ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ പറ്റും, ഇത് ഞങ്ങളുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എവിടെ പോയി പ്രസംഗിക്കണം? നിങ്ങൾ ഭൂലോകമൊക്കെയും സുവിശേഷം പ്രസംഗിക്കണം. എന്നിട്ട് വിശ്വസിക്കുന്നവരെ സ്ഥാനപ്പെടുത്തണം. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് വിശ്വസിക്കാത്തവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിക്കാത്തവർക്ക് ശിക്ഷാവിധി വരും. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ഒരു കാരണം മനസ്സിലായോ? ഞങ്ങൾ ഇവിടെ പറയുന്നത് മുഴുവനും ദൈവവചനത്തെ ആസ്പദീകരിച്ചുകൊണ്ട് മാത്രമാണ്. ഈ ദൈവവചനം പറഞ്ഞിട്ടുണ്ട്, ഇത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും, ഇത് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ട്. എന്നാൽ ഇത് വിശ്വസിക്കാതിരിക്കുന്നവർക്കോ ഒരു ശിക്ഷാവിധി വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ തിരുവചനം പ്രസംഗിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വാക്കുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് അനുസരിക്കുന്നു. അതുകൊണ്ടാത്രേ. ഹല്ലേലൂയ. രണ്ടാമത് എന്തുകൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്? അപ്പോസ്തലൻ പൗലോസ് ഒരിക്കൽ പറയുവാനിടയായിത്തീർന്നു. അത് 1 കൊരിന്ത്യർ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. 9:16 പറയുന്നുണ്ട്, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, മനസ്സിലാകുന്നുണ്ടോ? ഈ സുവിശേഷം എന്നെ പോലുള്ള ആമേൻ നല്ല ശമരിയക്കാരൻ ടീം പോലെയുള്ളതായ പ്രവർത്തകർ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ, ആമേൻ വർണ്ണ വ്യത്യാസമില്ലാതെ യേശുവിനെ അറിഞ്ഞവരെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിന് കാരണം നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഇത് മറ്റാർക്കും പറ്റത്തില്ല, നിർബന്ധമുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു കൺവെൻഷൻ നടത്തുവാൻ വേണ്ടി ഇവിടുത്തെ പ്രിയ മാതാവിന്, പ്രത്യേകിച്ച് കുഞ്ഞുമാമയ്ക്ക് ഒരു നിർബന്ധമുണ്ടായി. ആമേൻ, അങ്ങനെ തന്നെ ആവട്ടെന്ന് അതിന് അടിവരയിടുവാൻ നല്ല ശമരിയക്കാരൻ ഗോസ്പൽ ടീമിനെ ദൈവം നിർബന്ധിപ്പിച്ചു. അവരുടെ ഉള്ളിൽ നിർബന്ധം കിടക്കുന്നു. എവിടെ ചാൻസ് കിട്ടുമോ അവിടെ സുവിശേഷം പ്രസംഗിക്കും. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നത്? ഒരു നിർബന്ധം ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാ. അതുകൊണ്ട് മാത്രമാ. അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഓരോ കാര്യം ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്നത്, അവനൊരു നിർബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴല്ലേ ചെയ്യുന്നത്? ആരെങ്കിലും നിർബന്ധിച്ചാൽ നിങ്ങൾ ചെയ്യുമോ? ഇല്ല. അവനവന് തോന്നണം, ഒരു നിർബന്ധം ഇത് ചെയ്തേ പറ്റുകയുള്ളൂ. ഈ സുവിശേഷം ഞങ്ങൾ എന്ത് വില കൊടുത്തും, എവിടെ പോയും, എത്ര കഷ്ടം സഹിച്ചാണെങ്കിലും, എത്ര വേദനിച്ചിട്ടാണെങ്കിലും, എത്ര നിന്ന ഏറ്റിട്ടാണെങ്കിലും ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഓ ഹല്ലേലൂയ. എനിവേ, ഇത് ഞാൻ അറിയിക്കാതെ ഇരുന്നാൽ സംഭവിക്കുന്ന എന്താണെന്നറിയോ? അയ്യോ കഷ്ടം. ഇതിൽ പരം ഇത് അറിയിക്കാതിരുന്നാൽ ഇതിൽ പരം ഒരു മോശമായ ജീവിതമില്ല, ഒരു നരകതുല്യമായ ജീവിതമായിരിക്കും. സുവിശേഷം ഫലമേൽപ്പിക്കപ്പെട്ടവർ, ഏറ്റെടുത്തവർ, ദൈവം ആരെ ഏൽപ്പിച്ചോ അവരെ സുവിശേഷത്തിന് വക്താക്കളായി തീരണം. എല്ലാവരും പ്രസംഗിച്ചില്ലെങ്കിലും ചിലർക്ക് പാടാൻ പറ്റും, ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ചിലർക്ക് സഹായിക്കാൻ പറ്റും. പല നിലകളിൽ ഈ സുവിശേഷത്തിന്റെ വക്താക്കളായി തീരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിർബന്ധം, ഒരു നിർബന്ധം ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈ സുവിശേഷം പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ചോദിക്കും, എന്താ ഭാഷക്കാരനോട് നിർബന്ധം ഉണ്ടാകാൻ കാരണം? ഞാൻ ആ നിർബന്ധത്തെ കുറിച്ച് പറയട്ടെ. 1-2 വാക്കുകളിലൂടെ, ചില സെന്റൻസിലൂടെ പറയട്ടെ. പ്രിയപ്പെട്ടവരെ കേട്ടുകൊള്ളുക. എങ്ങനെയാണ് എനിക്ക് നിർബന്ധമുണ്ടായത്? ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ, കുറച്ചും കൂടെ തെളിച്ചു പറയട്ടെ, ഇവിടെ ഞങ്ങളെ കേൾക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കണമേ, ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്. അതുകൊണ്ടല്ലെന്ന് നിർബന്ധം ഉണ്ടായത്. എന്റെ 22ാമത്തെ വയസ്സിൽ ആണ് എനിക്ക് എന്റെ യേശുവിനെ അറിവാനിടയായിത്തീർന്നത്. എന്റെ യേശുവിനെ സ്നേഹിക്കുന്നത് എനിക്ക് അറിവാനിടയായിത്തീർന്നത് എന്റെ 22ാമത്തെ വയസ്സിലത്രേ. ഏകദേശം 10-40 വർഷത്തിനപ്പുറത്ത്. അതുവരെ എവിടെയായിരുന്നു? ചിലപ്പോൾ കർത്താവിനെ കുറിച്ച് ചിലർ